അനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് അകത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാത്രമല്ല, നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പാർട്ടിക്ക് അകത്തുള്ള ചെറിയ ബോഡിയല്ല, പാർട്ടി തന്നെ തീരുമാനിച്ചാണ് എടുക്കുക. APCCയുടെ യോഗം വിളിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിക്കാം. അത്തരം യോഗങ്ങൾ വിളിച്ച് ചേർത്താണ് അത്തരം തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ എടുക്കുക. അതിനകത്ത് വേറെ മറ്റ് നടപടിക്രമങ്ങളില്ല. മറ്റു വിഷയങ്ങളിലാണ് മന്ത്രി പ്രതികരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിടുന്ന ഔദ്യോഗിക വിവരങ്ങൾ ഇങ്ങനെയാണ്: 5 പേർ കുടുങ്ങിക്കിടക്കുന്നു. നോ കാഷ്വാലിറ്റീസ് റിപ്പോർട്ടഡ് എന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയല്ല. ഒരു മരണം ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആ പ്രദേശത്ത് നിന്നും. അവിടെ 265 മില്ലിമീറ്റർ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മഴ രേഖപ്പെടുത്തിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ദുരന്ത സാധ്യതയുണ്ട്. ഇന്നലെ മുതൽ അവിടെ ജോലി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് അവിടുത്തെ പൊതുവിലുള്ള സാഹചര്യം. ഉച്ചയ്ക്ക് ഉള്ള അപ്ഡേറ്റാണ് പുറത്തുവിടുന്നത്. മുഖ്യമന്ത്രി അടിയന്തരമായ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. NDRFിൽ നിന്ന്, മീനങ്ങാടിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തും. കോഴിക്കോട് നിന്നുള്ള സംഘത്തോടും അവിടെ എത്താനുള്ള നിർദ്ദേശമുണ്ട്. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള T സിദ്ദിഖുമായും ഉടൻ അവിടെ എത്താൻ പറയുന്നു. റവന്യൂ മന്ത്രിയോടും സ്ഥലത്ത് ഉടൻ എത്താനുള്ള നിർദ്ദേശവുമുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നമ്മോട് തന്നെ ഈ വിഷയം പ്രതികരിച്ചതാണ്. അവിടെ ഉണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ ഏറ്റവും കൃത്യമായ ചിത്രം വ്യക്തമാവുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടിക്കിരുന്ന മണ്ണ് ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഊർന്ന് മാറുകയാണ്. അങ്ങനെ അവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളും ആളുകളും അടക്കം അതിൻ്റെ അടിയിലേക്ക് പോയി എന്നതാണ്. വേഗത്തിൽ പെട്ടെന്ന് നടത്തിയ ചില രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന അപകടത്തിൻ്റെ തീവ്രത കുറച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കം നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്നുണ്ട്. ആ രീതിയിലാണിപ്പോൾ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഈ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് സാഹചര്യം. അവിടെ കൂടുതൽ ഇടപെടൽ ആ തരത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം. വലിയ തരത്തിലുള്ള ഇടപെടലാണ്. മുഖ്യമന്ത്രിയും വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്. ഭയപ്പെടുത്തും. കാരണം വയനാട്ടിലെ അപകടം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ മറ്റൊരു വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത കാട്ടൽ നമുക്ക് മുന്നിൽ ഉണ്ടാകുമെന്ന് തന്നെ ഉണ്ടാകും. കാരണം നമുക്ക് മുന്നിൽ നീണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഏറ്റെടുക്കൽ, ആ ഭൂമിയിൽ തന്നെ പിന്നീട് നമുക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ട NOC ഉൾപ്പെടെ ലഭിക്കുന്ന കാലതാമസമുണ്ടായി. പക്ഷെ എല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് അതിൻ്റെ വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇനിയൊരു ചർച്ച വേണോ? മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് തീരുമാനമെടുക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റു വിഷയങ്ങളിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്തായാലും പ്രദേശത്തു നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. സാഹചര്യങ്ങൾ, ദൃശ്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.